യെസ് പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചിട്ട് വിവരങ്ങളാണ് ലിജോ റോണൻസ് നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ KM ഷാജഹാനെതിരെ പോലീസ് കേസെടുത്തു. S. ശ്രീജിത്ത് IPSന്റെ പരാതിയിലാണ് കേസെടുത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോലീസ് സേനയ്ക്കും പങ്കുണ്ടെന്ന് കളവായ പ്രസ്താവന നടത്തിയെന്നാണ് FIR. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സിജോ, നേരത്തെ ഷാജഹാൻ ഒരു കേസിൽപ്പെട്ട് പിന്നീട് പോലീസ് കസ്റ്റഡിയിലാവുകയും റിമാൻഡിലാവുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും മറ്റൊരു കേസിൽ അദ്ദേഹം യൂട്യൂബ് വീഡിയോയുടെ പേരിൽ പോലീസിന് മുന്നിൽ ഹാജരാക്കേണ്ടി വരികയാണോ? തീർച്ചയായും അത്തരം നടപടികളിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത് IPS ആണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹം ശബരിമല ചീഫ് കോർഡിനേറ്ററാണ്. അദ്ദേഹത്തിന്റെ കാലയളവിൽ ആണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്നും ഇതിൽ പോലീസിനും പങ്കുണ്ടെന്നുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഒരു വീഡിയോയിലല്ല, ഒന്നിലധികം വീഡിയോ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് FIR നിന്ന് മനസ്സിലാക്കുന്നത്. 2025 ഒക്ടോബർ 22 മുതൽ 2025 നവംബർ 23 വരെയുള്ള ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ വീഡിയോ മ്യൂസിയം പോലീസ് വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ KM ഷാജഹാനെതിരെ കേസെടുത്തിരിക്കുന്നത്. ആ FIR-ൽ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സമുദായങ്ങൾ തമ്മിലുള്ള ശത്രുത വളർത്തുന്നതിനും തരത്തിലുള്ള പ്രസ്താവനകൾ ഉൾപ്പെടെ വീഡിയോകൾ പ്രചരിപ്പിച്ചുവെന്നും അങ്ങനെ അത്തരത്തിലുള്ള വീഡിയോകളാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ശ്രീജിത്ത് ഉന്നയിച്ചിരിക്കുന്ന പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്ന നടപടികളിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനകളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ KM ഷാജഹാനെ ചോദ്യം ചെയ്യാനുള്ള ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വൈകാതെ തന്നെ നീങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തുടർച്ചയായി KM ഷാജഹാൻ വീണ്ടും കുരുക്കിലേക്ക് പോവുകയാണ്. കാരണം ഒരു വീഡിയോയുടെ പേരിൽ അറസ്റ്റിലായപ്പെടുകയും പിന്നീട് ജാമ്യം ലഭിച്ച് പുറത്തു വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ അത്തരത്തിലുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തുവെന്നും അത് ഈ പറയുന്ന പോലീസ് സേനയുടെ ഇത്തരത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യവും പറയുന്നത്. അപ്പോൾ ഈ ചീഫ് കോർഡിനേറ്ററായിട്ടുള്ള S. ശ്രീജിത്തിനെ കൂടി പേര് പരാമർശിച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം തന്നെ പരാതി നൽകുകയും തുടർന്ന് കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. യെസ്, KM ഷാജഹാൻ വീണ്ടും കുരുക്കിൽപ്പെടുകയാണ്. അദ്ദേഹം ഒരു ഉത്തരവാദിത്വവുമില്ലാതെ വീഡിയോ ഇടുന്നു, അത് പോലീസ് കേസെടുക്കുകയും ചെയ്യുന്നു.